ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് നമ്മുടെ ശേഖരനെയും രാധേനെയും മണിമുത്തശ്ശീനെയാണ്. അപ്പോൾ ആകെ പേടിച്ച് വരേണ്ട രണ്ട് പേരും ഇരിപ്പാണ്. ഇനി മഹാദേവൻ വന്നാലുള്ള സ്ഥിതി. അപ്പോഴാണ് നമ്മുടെ കുട്ടി ശങ്കരൻ കയറി വരുന്നത്. അപ്പോൾ ആകെ മൂഡ് ഓഫ് ആയിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വരുന്നത്. നമ്മുടെ ക്രാവ് എവിടെ എന്ന് ചോദിച്ചു. ആരും ഒന്നും പറയണില്ല, മിണ്ടാതിരിക്കാം. എന്ത് പറ്റി എല്ലാവർക്കും? എല്ലാവരും എന്താ മിണ്ടാണ്ടിരിക്കണത്? നമ്മുടെ ക്രാവ് എവിടെയെന്ന്? അതെ, എല്ലാവർക്കും എന്താ പറ്റിയത്? മുത്തശ്ശി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ആരെങ്കിലും മരിച്ചോ ഇങ്ങനെ ബൊമ്മെന്ന് പറഞ്ഞിരിക്കാൻ? എന്താ മുത്തശ്ശി എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരി അങ്ങോട്ടേക്ക് വരിക. അപ്പോൾ വേഗം തന്നെ ശങ്കരൻ ചെന്നിട്ട് മണിമുത്തശ്ശിയുടെ മണിയൊക്കെ പിടിച്ച് വാങ്ങി അത് മണിയിങ്ങനെ കിലുക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് മഹാദേവൻ്റെ വരവ്. അപ്പോൾ അതേ മഹാദേവൻ വന്ന ഉടനെ, എടാ എന്തൊട്ടിനാടാ നീ അമ്മയായിട്ട് വഴക്കുണ്ടാക്കണത്? നമ്മുടെ മുത്തശ്ശിക്ക് എന്ത് പറ്റി അച്ഛാ? സൈലൻറ്റ് മൂഡാണല്ലോ. ഓ, അതെന്താ അമ്മേ ഒരു സൈലൻറ്റ് മൂഡ്? എന്ത് പറ്റി? മുത്തശ്ശിക്ക് മാത്രമല്ല കേട്ടോ, ഇവർക്കൊക്കെ എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. എന്തോ എല്ലാവരും ഭയങ്കര സൈലൻ്റാ. അപ്പോൾ ഗൗരി അങ്ങോട്ടേക്ക് വന്നിട്ട്, ശങ്കർ അത്യാവശ്യമായിട്ട് എനിക്ക് ശങ്കറിനോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. അത്യാവശ്യമോ? എന്തേത്ത തിരക്ക്? ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് സംസാരിക്കാമല്ലോ ഗൗരിയെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് നമ്മുടെ പോലീസുകാർ വീട്ടിലേക്ക് കയറി വരുന്നത്. ഇത് കണ്ടപ്പോഴേക്കും രാധയുടെയും നമ്മുടെ ശേഖറിൻ്റെ ഒക്കെ കണ്ണ് തള്ളിയിട്ടോ. അപ്പോൾ പതിവില്ലാതെ ഇതെന്താ നമ്മുടെ വീട്ടിൽ പോലീസോ എന്ന് ശങ്കറിനിങ്ങനെ അതിശയത്തോടെ ശങ്കർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതെന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പം മഹാദേവൻ അങ്ങോട്ടേക്ക് ചെന്നു. നമസ്കാരം സർ. ഇന്ന് വരെ നമ്മുടെ വീടിനകത്ത് പോലീസ് കയറിയിട്ടില്ല കേട്ടോ. അല്ല, എന്തായി ഇപ്പോൾ കാര്യം എന്ന് ചോദിച്ചു. അതെ, കാര്യമില്ലാതെ എന്താണേലും നിങ്ങൾ വരില്ലല്ലോ. കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ. എന്തിട്ടാണെങ്കിലും മടിക്കാതെ ധൈര്യമായിട്ട് പറഞ്ഞോ. മഹാദേവൻ സാറിൻ്റെ വൈഫിനെയും സാറിൻ്റെ മകൻ ശേഖരനെയും അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞെട്ടിത്തരിച്ചു പോയിട്ടോ മഹാദേവൻ. എന്താ പറഞ്ഞത്? വാറണ്ട് ഉണ്ട് സാർ, കമ്മീഷണറുടെ സ്പെഷ്യൽ ഓർഡറാ. അറസ്റ്റ് ചെയ്യാനോ? എന്തിനാടോ അറസ്റ്റ് ചെയ്യണത് എന്ന് ചോദിച്ചു. ചോദിച്ചതിന് മറുപടി പറ. അറസ്റ്റ് ചെയ്യാൻ മാത്രം അവരെന്ത് തെറ്റാ ചെയ്തത്? പറയേ, നിങ്ങൾക്ക് എന്താ നാക്കില്ലേ എന്ന് ചോദിച്ചു. അല്ല സർ, അത് പിന്നെ അവർ ഡൊമസ്റ്റിക് വയലൻസാണ് ചെയ്തിരിക്കണത് എന്നിങ്ങനെ പറഞ്ഞു. അതെന്ത് സംഭവം? ഒന്നും മനസ്സിലായില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് മഹാദേവൻ. സാറിൻ്റെ മകനും വൈഫും ഇപ്പം തന്നെ എൻ്റെ കൂടെ സ്റ്റേഷനിലേക്ക് വന്നേ പറ്റൂ സാർ, അല്ലെങ്കിൽ ശരിയാവില്ല. ഇവർക്കെതിരെ കേസ് കൊടുത്തത് ആരാ? സാറിൻ്റെ മൂത്ത മകൾ കമല എന്ന സ്ത്രീയാണ് സർ കേസ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരൊന്ന് ഞെട്ടിത്തരിച്ചു പോയിട്ടോ. അപ്പോഴത്തേനും രാധാമണിയാണെങ്കിൽ നിൽക്കുകയാണ്. അതെ, എടി ഗൗരി, നീ ആ കമലയെ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യിച്ചത് എന്ന് ചോദിച്ചു രാധ. കമലയ്ക്ക് ഒരു പരാതി ഉണ്ടാവില്ല, ഇവൾ അവസരം മുതലെടുത്ത് എന്നോട് പ്രതികാരം ചെയ്യാൻ നോക്കുക സാർ എന്ന് പറഞ്ഞു രാധ. രാധേ, നീ മിണ്ടിപ്പോവരുത്, നീ മനസ്സിലായോ? അപ്പോഴത്തേനും സാറിനോട് സംസാരിക്കാം. സാറേ, ഈ കേസ് ഞങ്ങൾ നോക്കിക്കോളാം, സാർ എന്താണെങ്കിലും പോയോ. അല്ല സാർ, ഇവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യാതെ എനിക്കിവിടുന്ന് പോകാൻ കഴിയില്ല സാർ. ഓഹോ, അത് കൊള്ളാലോ സാറേ. അങ്ങനെയാണോ? സാറായിരിക്കും ഇപ്പോൾ ഇവിടുത്തെ SHO, സ്റ്റേഷൻ ഹെഡ്. എന്താ, ശരിയാണോ? പണ്ടേ സാറ് SI ആയിരുന്ന സമയം അത് സാറിന് ഓർമ്മയുണ്ടോ സാറേ? അന്ന് ഒരു കോളേജ് വിദ്യാർത്ഥിയെ ലോക്കപ്പ് മർദ്ദനം നടത്തിയിട്ടേ സാറും സാറിൻ്റെ പോലീസുകാരോട് ചേർന്ന് അവരെ ഇല്ലാതാക്കി കളഞ്ഞു, ഉരുട്ടിക്കൊന്നു. എന്താ, അന്നേ ഈ സാറിനെ സഹായിക്കാൻ ഈ ചാരങ്ങാട്ട് മഹാദേവൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. മറന്നു പോയോ സാറേ? അയ്യോ അല്ല സാർ, ഒന്നും മറന്നിട്ടൊന്നുമല്ല. മഹാദേവൻ സാറ് എൻ്റെ നിസ്സഹായ അവസ്ഥ ഒന്നും മനസ്സിലാക്കണം. കമ്മീഷണർ സാറിൻ്റെ ഓർഡർ ആയതുകൊണ്ട് എനിക്ക് തൽക്കാലം ഒന്നും ചെയ്യാൻ കഴിയില്ല. തൽക്കാലം എൻ്റെ ഭാര്യയും മോനും ഈ വീട്ടിലില്ലായിരുന്നു എന്ന് കമ്മീഷണർക്ക് റിപ്പോർട്ട് കൊടുക്ക്, അതിനുശേഷം തീരുമാനിക്കാം. സാറ് വിചാരിക്കുന്നതിലും സീരിയസ് ആണ് ഈ കേസ്. എടോ, എൻ്റെ ഭാര്യയുടെയും മോനെയും അറസ്റ്റ് ചെയ്യണ്ട എന്ന് ഞാൻ തന്നോട് പറയണില്ല, ഒരിക്കലും പറയേയില്ല. പക്ഷേ അന്ന് നിങ്ങൾക്ക് ചെയ്തതിൻ്റെ പ്രത്യുപകാരം എന്ന വണ്ണം ഇന്ന് ഒരു ദിവസം ഒരു രാത്രി മാത്രമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഒരേ ഒരു രാത്രി. നാളെ രാവിലെ എന്ത് ചെയ്തോ സർ? തൽക്കാലം ഞങ്ങൾ പോവാം.
പക്ഷേ നാളെ രാവിലെ ഞങ്ങൾ വീണ്ടും വരും. നാളെ രാവിലെ ആവട്ടെ, അത് ഞാൻ നോക്കിക്കോളാം. എന്താണെങ്കിലും താങ്കൾ പോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പോവാൻ തുടങ്ങിയപ്പം ഗൗരി വേഗം ചെന്നിട്ട്, സാർ എന്താ സാർ ഇത്? നിങ്ങൾ തിരിച്ചു പോവാൻ പാടില്ല. അപ്പം മഹാദേവൻ, കുട്ടിശങ്കരാ, ഇവളെ അകത്തേക്ക് വിളിച്ചോണ്ട് പോയേ എന്ന് പറഞ്ഞു. ഗൗരി, നീ എന്തേ കാണിക്കണത്? അകത്തേക്ക് വന്നേ നീ. ശങ്കർ, ഞാൻ പറയുന്നൊന്ന് കേക്ക് ശങ്കർ, പ്ലീസ് ശങ്കർ എന്ന് പറഞ്ഞു. നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് ശങ്കർ ഗൗരിയെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാണ്. ശങ്കർ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, അവർ ശിക്ഷിക്കപ്പെടണം ശങ്കർ. ശങ്കർ പറയുന്ന കേക്ക്. നാളെ നമ്മുടെ കുട്ടികൾക്കും ഇത് തന്നെ സംഭവിക്കും ശങ്കർ, പ്ലീസ് ശങ്കർ എന്നൊക്കെ പറഞ്ഞാലും ശങ്കർ വലിച്ചുകൊണ്ട് നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ മഹാദേവൻ ഇങ്ങനെ രാധാമണിയെയും ശേഖരനെയും മാറി മാറി നോക്കുകയാണ്. ആൾ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല, ഇവിടെ ഇല്ലായിരുന്നല്ലോ, ഇപ്പോഴാണ് വിവരങ്ങളൊക്കെ അറിയണത്. അപ്പോൾ ഗൗരിയുമായിട്ട് ശങ്കർ മുറിയിലേക്ക് വന്നു. ഗൗരി, നിനക്ക് എന്താ പറ്റിയത്? നമ്മുടെ ശേഖരേട്ടൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ കമലേടത്തെ തള്ളുന്നത്, പിന്നെ നിനക്ക് മാത്രം എന്താ ഇത്ര പ്രശ്നം? അത് അവരുടെ കാര്യമാണ്, അത് അവരുടെ മാത്രം കാര്യമാണ്, നീ അതിൽ കയറി തലവെക്കേണ്ട കാര്യമില്ല കേട്ടോ. ശങ്കർ, ഇതൊരു നിസ്സാരമായ കാര്യമല്ല. അതെ, അങ്ങനത്തെ ഒരു കേസാണിത്. നീ വെറുതെ കേട്ടിട്ടില്ലാത്ത ഇംഗ്ലീഷൊന്നും എടുത്ത് ഇങ്ങോട്ടേക്ക് കാച്ചണ്ട കേട്ടോ. ശേഖരേട്ടൻ കമലേടത്തെ തല്ലണത് ആദ്യമായിട്ടാണോ? എത്രയോ തവണ ആ പാവത്തിനെ ഇഷ്ടം പോലെ അടി കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇവിടെ പുത്തരിയല്ല കേട്ടോ. ശങ്കർ, സ്ത്രീകൾക്ക് നേരെയുള്ള ക്രൂരമായ അതിക്രമങ്ങൾ ചാരങ്ങാട്ട് വീട്ടിൽ പുതുമയായിരിക്കില്ല. സ്ത്രീകളിൽ ഉപദ്രവിക്കുന്നത് ഒരവകാശം പോലെയാണ് ഇവിടുത്തെ ആളുകൾ കാണുന്നത്. അതൊരവകാശമല്ല എന്നും തങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നും അവർക്ക് ബോധ്യപ്പെടണമെങ്കിൽ ആ അതിക്രമങ്ങൾക്ക് അവർ ശിക്ഷിക്കപ്പെടണം. ഗൗരി, ഇത് നമ്മുടെ കുടുംബമാണ്. ഈ കുടുംബത്തിൽ പോലീസ് കയറി ഇറങ്ങിയാൽ അതിന് നാണക്കേട് ആർക്കാ ഗൗരി? കേരള പൊളിറ്റിക്സിൽ നമ്മുടെ അച്ഛൻ്റെ പൊസിഷൻ എന്താണെന്ന് നിനക്കറിയില്ലേ? മീഡിയക്കാരും പത്രക്കാരും എല്ലാവരോടെ ചേർന്ന് നമ്മുടെ പാവം അച്ഛനെ കൊല്ലും. നീ അത് വല്ലതും ആലോചിച്ചോ എൻ്റെ ഗൗരിയെ? നീ പറയ, ഒരു നിസ്സാര വഴക്കിൻ്റെ പേരിൽ നീ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടണത്? നീ വെറും നിസ്സാര വഴക്കല്ലേ ശങ്കർ? ശങ്കർ എന്തറിഞ്ഞിട്ടേ ഈ പറയണത്? ശങ്കർ ഈ പറഞ്ഞ നിസ്സാര വഴക്കുകൊണ്ട് കമലേടത്തേക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? ചോദിക്ക് ശങ്കർ, ചോദിക്ക്, ഞാൻ പറയാം. ആ പാവ സ്ത്രീയുടെ ഏറ്റവും വലിയ സ്വപ്നം, അമ്മയാകാനുള്ള അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. നീ എന്തൊക്കെ പറയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്താ ഗൗരി? കമലേടത്തിയുടെ കുഞ്ഞു മരിച്ചു, അത് തന്നെ. അപ്പോൾ ആകെ ഷോക്കായിപ്പോയി കേട്ടോ. വയറിനുള്ളിൽ വെച്ച് തന്നെ മരിച്ചു. ആ കുഞ്ഞു മരിച്ചു എന്നോ? നീ എന്താ ഗൗരി പറഞ്ഞത്? അതെ ശങ്കർ, ആ കുഞ്ഞു മരിച്ചതല്ല, അതിനെ ഇല്ലാതാക്കിയതാ ശേഖരേട്ടൻ തന്നെ. അല്ലാതെ ഞാൻ എന്താ ചെയ്യുക എൻ്റെ ശങ്കർ, ഒന്ന് പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കറിൻ്റെ ശരീരമൊക്കെ തളർന്ന പോലെയായി. ശങ്കർ വേഗം തന്നെ ആ കട്ടിലേക്ക് ഇരിക്കുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് അത്ര ക്രൂരമായിട്ടാണ് കമലേടത്തിനെ ശേഖരേട്ടൻ ഉപദ്രവിച്ചത്. അതുകൊണ്ടാണ് കുഞ്ഞ് ആ പുറത്ത് വരാതെ അവിടെ വെച്ച് തന്നെ തീർന്നു പോയത്. അറിയോ, കൊന്നു കളഞ്ഞത് അതിനെ. ആ കുഞ്ഞ് അമ്മേ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന കമലേടത്തിയുടെ കണ്ണുകളിൽ അതിനെ ഇല്ലാതാക്കി കളഞ്ഞില്ലേ? എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഗൗരി വിട്ട് നിന്നിങ്ങനെ കരയാണ് കേട്ടോ. അപ്പോൾ ശങ്കർ വേഗം ഗൗരി അവിടെ പിടിച്ചിരുത്തി, എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഗൗരി, നീ വെള്ളം കുടിച്ചേ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ഗൗരി വേഗം വെള്ളം വാങ്ങിച്ചു കുടിച്ചു. കുഞ്ഞു മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഗൗരി, എനിക്കറിയില്ലായിരുന്നു. ഏട്ടത്തിയോട് ശേഖരേട്ടൻ ചെയ്തത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് തന്നെയാണ്. ഒരിക്കലും ഒരു സ്ത്രീയോടും ഒരു പുരുഷനും ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ തെറ്റാണ് ചെയ്തത്. ആ തെറ്റിന് ശേഖരേട്ടൻ ശിക്ഷിക്കപ്പെടണം, അത് സത്യാവസ്ഥയാണ്, ഒരു സംശയമില്ല. പക്ഷേ എനിക്ക് പിടികിട്ടാത്തത് അമ്മയ്ക്കെതിരെ കേസ് കൊടുത്തത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മുടെ അമ്മ ഇതിപ്പോൾ എന്തിട്ടാ തെറ്റാ ചെയ്തത്? ആ സമയത്ത് അമ്മ അതിനകത്തുണ്ടായിരുന്നു ശങ്കർ, അതാണ് അമ്മ ചെയ്ത തെറ്റ്. എന്നിട്ടും ശേഖരേട്ടനെ തടയാനോ ഒന്നും അമ്മ തയ്യാറായില്ല. അമ്മ അത് നോക്കി നിൽക്കുക ചെയ്തത്. ഒരമ്മയ്ക്ക് കൺമുന്നിൽ വച്ച് തൻ്റെ മറ്റൊരാളെ അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കുന്നത് എങ്ങനെയാണ് കണ്ടു നിൽക്കാൻ പറ്റുക? പറയാം, എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുക? ഇതിൽ അമ്മയ്ക്കും പങ്കുണ്ട്. അമ്മയ്ക്കും ശിക്ഷ കിട്ടുക തന്നെ ചെയ്യണം. അമ്മയും അച്ഛനും ഒക്കെ പേരക്കുട്ടികൾക്ക് വേണ്ടി എത്രമാത്രം ആഗ്രഹിച്ചതാ അല്ല ഗൗരി? എന്നിട്ടും അമ്മ ഇതിന് കൂട്ടുനിന്നോ? ശേഖരനെ അമ്മ തടഞ്ഞിരുന്നെങ്കിൽ ഏട്ടത്തിക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെടുമായിരുന്നോ?
അച്ഛനിതറിഞ്ഞാൽ അമ്മയുടെ ഒരിക്കലും ക്ഷമിക്കില്ല. ഒരിക്കലും അമ്മ അങ്ങനെ ചെയ്യുമോ എന്ന് ശങ്കറിനൊരു സംശയം അവൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു കേട്ടോ. അപ്പം മഹാദേവൻ ആകെ കല്ലിപ്പൂണ്ട് നിൽക്കുകയാണ്. എൻ്റെ ശേഖര, എങ്ങനെ ധൈര്യം വന്നൂടാ നിനക്ക് ഒരു കുടുംബത്തിൻ്റെ ചിറകുടിക്കാൻ? പറയടാ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. എന്നാലും എൻ്റെ പേരക്കുട്ടി അതിനെ ഇല്ലാതാക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു ശേഖര എന്ന് ചോദിച്ചോണ്ട് ശേഖരൻ്റെ കരണക്കുറ്റി നോക്കി ഒരെണ്ണം പൊട്ടിക്കുകയാണ്. അപ്പം രാധ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഓ, കലി സഹിക്കാൻ പറ്റുന്നില്ല മഹാദേവന്. എടാ കുരുത്തം കെട്ടവനെ, നീ ഇനിയുണ്ടല്ലോ എൻ്റെ മുന്നിൽ വന്നു പോവരുത്, നിന്നെ എൻ്റെ മുന്നിൽ കണ്ടു പോവരുത്, മനസ്സിലായോ നിനക്ക്? ഈ നിമിഷം ഇറങ്ങിക്കോണം, ഓർത്തോ, അല്ലെങ്കിൽ നീ പൊയ്ക്കോ, നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് കോളറിൽ പിടിച്ചു. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്, അവൻ ആ കുഞ്ഞിനെ വേണ്ടാന്ന് വെച്ച് ചെയ്തതല്ല, അറിയാതെ പറ്റിയതാ. എടി ന്യായീകരണ തള്ളേ, നീ മിണ്ടാതെ പൊയ്ക്കോ, അല്ലെങ്കിൽ നിനക്ക് ഞാൻ തരും നല്ല ഇടിക്കട്ട പറഞ്ഞേക്കാം. കമലയെ തല്ലി എന്നുള്ള കാര്യം ശരി തന്നെയാ, വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തു പോയത്. രാധേ, അപ്പോൾ നീയും കൂടി അറിഞ്ഞിട്ടാണല്ലേ ഇതൊക്കെ ഇവിടെ നടന്നത് അല്ലടി എന്ന് ചോദിച്ചു. ശേഖരൻ കമലയെ തഴഞ്ഞില്ലായിരുന്നു എങ്കിൽ നമ്മൾ ഗൗരിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ച കാര്യം കമല ഗൗരിയോട് പറയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കാം. കമലയെ ഒന്ന് പേടിപ്പിക്കണം എന്ന് കരുതി മാത്രമാണ് അവൻ ഈ ചെയ്തത് മുഴുവൻ. നമ്മുടെ ഭാഗ്യദോഷം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. ആ കുഞ്ഞ് മരിച്ചുപോയി, അല്ലാതെ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല. ഓ, എല്ലാത്തിനെയും കൂടെ ഉണ്ടല്ലോ. അപ്പം കൊല്ലിപ്പൂണ്ട് മഹാദേവൻ ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുക. അപ്പം അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യുക? കേസിൻ്റെ കാര്യമാണ് ഞാൻ ചോദിച്ചതേ. നിങ്ങൾ മുഖ്യമന്ത്രി ഒന്ന് വിളിച്ച് പറഞ്ഞാൽ കാര്യം ഉണ്ടായിരുന്നു. ഒന്നങ്ങോട്ടേക്ക് തന്നാണ്ടല്ലോ കന്നാലി രാധേ, നീ അങ്ങ് മാറി നിന്നോ. ദേ, ഗാർഹിക പീഡനമാണ് കേസ്. ഇനി പോകുന്ന വഴി പോലും അറിയില്ല. അതെ, ഞാൻ ഇടപെട്ടിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നീയും നിൻ്റെ മോനുണ്ടല്ലോ അകത്ത് പോയി കിടക്കും. രക്ഷപ്പെടാൻ ഒരു വഴിയില്ലേ എന്ന് ചോദിച്ചു. വഴിയുണ്ട്, പിന്നെ തീർച്ചയായിട്ടും വഴിയുണ്ട്. ശേഖര, നീ നിൻ്റെ പെണ്ണിൻ്റെ കയ്യോ കാലോ പിടിച്ച് ഈ കേസ് ഇപ്പം തന്നെ പിൻവലിപ്പിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ പണി പാളും. എങ്ങനെങ്കിലും അവളെ പറഞ്ഞ് മയക്കി ഈ കേസ് പിൻവലിപ്പിച്ചില്ല എങ്കിൽ ഉണ്ടല്ലോ എന്താ സംഭവിക്കാമെന്ന്. ചാരങ്ങാട്ട് വീടിൻ്റെ മൊത്തം അഭിമാനം മുഴുവൻ തകരും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പൊന്നു മോനെ ശേഖര, പിന്നെ ഞാൻ ഒരിക്കലും നിന്നോട് ക്ഷമിക്കില്ല കേട്ടോ. മനസ്സിലായോ നിനക്ക് ശേഖര? അതോടെ തീരും ഞാൻ. എല്ലാ ബന്ധവും ഞാൻ തീർക്കും. ഞാൻ പിന്നീട് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പോലും അറിയില്ല, മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞ് മഹാദേവൻ ആകെ കല്ലി പൂണ്ട് നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ശ്യാം സാറിനെയും നന്ദിനി അമ്മേനെയാണ്. ശ്യാമേട്ടൻ എന്ത് പണിയായി കാണിച്ചത്? അതെ, ഇങ്ങനെയായിരുന്നോ വേണ്ടത്? പോലീസിൽ അറിയിച്ചത് മോശമായിപ്പോയി. അതെ, സത്യത്തിനൊപ്പം നിൽക്കണമെന്ന് ഞാൻ മക്കളെ ചെറുതിനെ മുഴുവൻ പഠിപ്പിച്ചതല്ലേ. ആദർശങ്ങളും മൂല്യങ്ങളും ഒക്കെ പുസ്തകത്തിൽ മാത്രം വായിക്കാനുള്ളതല്ല. ശ്യാമേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഗൗരി ആ വീട്ടിലാണ് ഇനി താമസിക്കേണ്ടത്. ഇനി ചാരങ്ങാട്ടുകാരെ ഏതൊക്കെ രീതിയിൽ നമ്മളെ മോളെ ദ്രോഹിക്കും പറയാം. അതൊന്നും ശ്യാമേട്ടൻ ഓർത്തില്ലല്ലോ. നന്ദിനി, കമലയോട് അവർ ചെയ്ത ഈ വലിയ ക്രൂരതയ്ക്ക് ഗൗരി എന്നോട് പറയുമ്പോൾ ഉണ്ടല്ലോ അവൾ പൊട്ടിക്കരയായിരുന്നു. ചാരങ്ങാട്ട് വീട്ടുകാർക്ക് അവർക്ക് എന്തും ചെയ്യാം എന്നുള്ള രീതി അത് ശരിയാവില്ല. ഗൗരിയുടെ തീരുമാനം 100% ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നിയമത്തിൻ്റെ വഴിക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ അവരെ തിരുത്താൻ കഴിയൂ. ഇന്ന് കമലയ്ക്ക് സംഭവിച്ചത് നാളെ ഗൗരിക്ക് സംഭവിക്കാനൊന്നും പറ്റില്ലല്ലോ. അല്ലെങ്കിൽ അത് ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ? അത് തന്നെ എൻ്റെ പേടിയും. ഇന്ന് കമലയ്ക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളെ ചാരങ്ങാട്ട് വീട്ടിൽ സുരക്ഷിതയാണെന്ന് ശ്യാമേട്ടന് തോന്നുന്നുണ്ടോ? ശ്യാമേട്ട, ഇനി ഏതൊക്കെ രീതിയിൽ നമ്മുടെ മോളെ അവർ ദ്രോഹിക്കും പറയാം. കമലയോട് ഇത്രയൊക്കെ അവർക്ക് ചെയ്യാമെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുത്ത നമ്മുടെ ഗൗരീനെ അവർ വെറുതെ വിടുവോ? ശ്യാമേട്ട അവരെ സംബന്ധിച്ചിടത്തോളം അമ്മായിയമ്മയെയും ഭർത്താവിൻ്റെ ചേട്ടനെയും ജയിലിലാക്കാൻ നോക്കിയവളാണ് നമ്മുടെ മോള്. അവരങ്ങനെ ചിന്തിക്കൂ. അവരോട് അല്ലെങ്കിൽ അവളോട് എല്ലാത്തിനും പ്രതികാരം ചെയ്യും. അവരങ്ങനെ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ശ്യാമേട്ട
നമ്മുടെ മോളുടെ ജീവിതം അവസാനിച്ചു പോവില്ലേ? ഇതിനെക്കുറിച്ച് വല്ലം ശ്യാമേട്ടൻ ആലോചിച്ചിട്ടുണ്ടോ? ഗൗരിയെ പിന്തിരിപ്പിക്കാൻ ശ്യാമേട്ടന് കഴിയുമായിരുന്നു. തീർച്ചയായിട്ടും കഴിയും. ശ്യാമേട്ടൻ കാണിച്ചത് എടുത്തുചാട്ടവാ. ഇനി ഇതിൻ്റെ പേരിൽ ഗൗരി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമോ എന്തോ, ആർക്കറിയാം. ഒരു സമാധാനവും ഇല്ല നമ്മുടെ നന്ദിനിയമ്മയ്ക്ക്. അപ്പം ശ്യാമു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ വേണിയും അവിടെ നിൽപ്പുണ്ട്. പിന്നെ കാണുന്നത് നമ്മുടെ കമലയുടെ റൂമിലാണ്. അപ്പോൾ കമല നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ശേഖരൻ അടുത്ത അടവുമായിട്ട് വരികയാണ്. കൊള്ളാം, നല്ല പണിയായി ഏറ്റു എന്നുള്ള സന്തോഷം മനസ്സ് നിറച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അവിടെ വന്നിങ്ങനെ കുറച്ച് നേരം നോക്കി നിന്ന് ചിരിച്ചപടി, എന്നിട്ട് കയ്യിലിരുന്നതും എന്താ പറയുക കണ്ണിൽ തൂത്ത് കരയാൻ നോക്കുകയാണ് കേട്ടോ. ആൾ വേഗം തന്നെ സങ്കടം അഭിനയിക്കണമല്ലോ. കമലയുടെ മുന്നിൽ നല്ല വെള്ള ചമയാനുള്ള പുറപ്പാടിലാണ് നമ്മുടെ ശേഖരൻ. അപ്പോൾ ശേഖരൻ കണ്ണിലൊക്കെ തൂത്തിട്ട് കരഞ്ഞു. വാതിലൊക്കെ അടച്ച് കമലയുടെ കാൽ ചുവട്ടി പോയിരുന്നിട്ട് ഭയങ്കര ഏങ്ങലടിച്ച് കരയാണ്. ഈ കരച്ചിലിൻ്റെ ഒച്ച കേട്ടുകൊണ്ടാണ് കമല വേഗം ചാടി എഴുന്നേൽക്കുന്നത്. കമലേ, ശരിക്കും ഞാനൊരു പാപിയാടി, മഹാപാപി. ഈശ്വര, ഞാൻ ഇനി എന്ത് ചെയ്താലാ ഇനി ഈ പാപത്തിൽ നിന്നൊന്നും മുക്തനാകുന്നത്? നീ പറ കമലെ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ കരയാണ്. കമലയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഇങ്ങനെ മിണ്ടാതിരുന്ന് കാണുകയാണ്. എൻ്റെ ദേഷ്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല മോളെ. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതേയില്ല. അതുകൊണ്ടാണ് ഈ കൈകൊണ്ടാ ഞാൻ ആ മഹാപാപം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞിനെ നിനക്ക് എന്തൊരു മോഹങ്ങളായിരുന്നു കമലെ. ആ മോഹങ്ങളെ മുഴുവൻ ഞാൻ ഇല്ലാതാക്കിയില്ലേ. ഞാൻ എൻ്റെ ഈ കൈകളെ വെട്ടിക്കളയാൻ പോവാ കമലെ. എൻ്റെ മോളെ, നീ ഒന്ന് ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. നീ എന്താ മിണ്ടാതിരിക്കുന്നത്? മോളെ, നീ എന്തെങ്കിലും എന്നോടൊന്ന് എന്താ നീ എന്നോടിങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റണില്ല കമലെ. നീ നിനക്ക് എന്നോട് ദേഷ്യമുണ്ട് എങ്കിൽ എനിക്കറിയാം, നന്നായി ഉണ്ടെന്ന് എനിക്കറിയാം. ഒരിക്കലും എന്നോട് പൊറുക്കാനോ മാപ്പ് തരാനോ കഴിയില്ലെന്നും എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അതിന് ഒറ്റ പരിഹാരമേ ഉള്ളൂ. അതെന്തിട്ടാന്ന് നിനക്കറിയോ? ഞാനില്ലാതാവണം, ഞാൻ മരിക്കണം. എൻ്റെ മരണം ആവശ്യമാണ്. അതെ, നമ്മുടെ കുഞ്ഞിനോട് ഞാൻ ചെയ്ത തെറ്റിന് അത് തന്നെയാണ് എനിക്ക് കിട്ടേണ്ട ശിക്ഷ. അത് തന്നെ ഞാൻ ഏറ്റുവാങ്ങണം എന്നൊക്കെ പറഞ്ഞ് കരയാണ്. അതെ, എന്തൊരു ക്രൂരനാണ് ഞാൻ, എന്ത് ക്രൂരതയാണ് ഞാൻ ചെയ്തത്. അച്ചായി എന്ന് വിളിക്കേണ്ട നമ്മുടെ കുഞ്ഞിനെയല്ലേ ഞാൻ. എൻ്റെ കമലെ, നീ എന്നോട് ക്ഷമിക്ക്. ഞാൻ ഈ മഹാപാപിയോട് ക്ഷമിക്ക് കമലെ എന്ന് പറഞ്ഞ് കമലയുടെ കാല് പിടിക്കുകയാണ് കേട്ടോ. അപ്പം കമല ഇങ്ങനെ നിന്നും വേഗം വെപ്രാളം പിടിക്കുകയാണ്. നിൻ്റെ കാല് ഞാൻ പിടിച്ച് മാപ്പ് പറയാം കമലെ, നീ എന്നോട് ക്ഷമിക്കുക. ഇല്ല കമലെ, എനിക്ക് നിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയുക തന്നെ ചെയ്യണം കമലെ. എന്നെ ഈ നാശം പിടിച്ച് കൈ കൊണ്ടല്ലേ ഞാനിതൊക്കെ ചെയ്തത്. എൻ്റെ കൈ എന്ന് പറഞ്ഞ് സ്വന്തം കാരണത്ത് മാറിയ കൈ കൊണ്ടിങ്ങനെ അടിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട കമലയ്ക്ക് വലിയ സഹതാപമൊന്നും തോന്നിയില്ല. എൻ്റെ ഈശ്വര, ഞാൻ വലിയ മഹാപാപിയായി പോയല്ലോ ഈശ്വര, ഞാനിനി എന്താ ചെയ്യുക? മാപ്പ്, എല്ലാത്തിനും മാപ്പ് കമലയെ, മാപ്പ് എന്ന് പറഞ്ഞ് കൈകൂപ്പി കമലയുടെ കാൽക്കൽ വീണ് കരച്ചിൽ. അപ്പോൾ കമല ഇതൊക്കെ കണ്ടിങ്ങനെ കുറച്ച് നേരം ഇരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കമലയ്ക്കും എന്തോ ഒരു പന്തികേട്. ശേഖരേട്ടൻ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തോ കള്ളക്കളിയുണ്ട്. അല്ലെങ്കിൽ ശേഖരൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. കമലയെ എടുത്തിട്ടടിക്കുന്ന ആളാണ് നമ്മുടെ ശേഖരൻ. പിന്നെ കാണുന്നത് നമ്മുടെ മഹാദേവനെയാണ്. ആളാകെ വിഷമിച്ച് വളരെ സഹതാപത്തിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കുട്ടിശങ്കരൻ അങ്ങോട്ടേക്ക് വരുന്നത്. കുട്ടിശങ്കര, ഇങ്ങ് വന്നേടാ എന്ന് പറഞ്ഞ് കുട്ടിശങ്കരനെ അടുത്ത് വിളിച്ചു. നീ കുറച്ച് നേരം അച്ഛൻ്റെ അടുത്ത് ഇരിക്കും മോനെ എന്ന് പറഞ്ഞ് ശങ്കരനെ വിളിച്ചിരുത്തിയിട്ട്, എന്താണെന്നറിയില്ല, എനിക്ക് വല്ലാത്തൊരു ക്ഷീണം തോന്നുക. ശരിയാണല്ലോ അച്ഛൻ പറഞ്ഞത്. എന്താച്ചാ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? വേണ്ട മോനെ, നമുക്ക് പുറമെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യമുണ്ട്. ഇത് മനസ്സിനാണ് എന്താ പറയുക ആകെ ഒരു ക്ഷീണം സംഭവിച്ചിരിക്കുന്നത്. മനസ്സിൻ്റെ ക്ഷീണം ആരോട് പറയാനാ മോനെ, ആരോട് പറയാൻ? എല്ലാം കൈവിട്ട് പോവല്ലേ. എന്ത് ചെയ്യാനടാ, ഒരു കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ ആകെ സങ്കടത്തിലായിട്ടോ കുട്ടിശങ്കരൻ. എന്ത് ചെയ്യാൻ പറ്റും? ഡോക്ടർമാർ കണ്ടുപിടിച്ചിട്ടില്ലടാ മനസ്സിനെ ചികിത്സിക്കാനായിട്ട്. എടാ കുട്ടിശങ്കര, നിനക്കറിയോ ചില കാര്യങ്ങളെ ഇങ്ങനൊക്കെ തന്നെയാട്ടോ. നമ്മളെ മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ, കഴിച്ചിട്ട് തൊപ്പാനും പറ്റില്ല. ആ ഒരു അവസ്ഥയാണ്. എന്തൊട്ട് ചെയ്യാനാ? എന്തൊട്ടായാലും ഇതൊക്കെ അനുഭവിച്ചിട്ടല്ലേ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെയല്ലേ ജീവിതം. അപ്പോൾ ഇതൊക്കെ കേട്ട് കുട്ടിശങ്കരനും ഇങ്ങനെ അടുത്തിരിക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ
ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.